ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്നതിന് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യം തള്ളുന്നത് ഭാരതപ്പുഴയിലേക്ക്. പരാതിയെ തുടർന്ന് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. മാലിന്യം ഒഴുക്കിവിട്ട കെട്ടിട ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നുവെന്നാണ് കണ്ടെത്തൽ. പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ നിള ആശുപത്രിക്ക് സമീപമുള്ള ഇതര സംസ്ഥാന തൊഴിലാളി താമസ കേന്ദ്രങ്ങളിലാണ് സംഭവം. പ്രധാന പാതയിൽ നിന്നുമുള്ള പോക്കറ്റ് റോഡിലൂടെയാണ് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുകുന്നത്. ഇതുമൂലം അസഹ്യമായ ദുർഗന്ധവുമുണ്ട്. മഴ പെയ്താൽ ഈ മാലിന്യം ഒഴുകിയെത്തുന്നത് കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴയിലേക്കാണ്. വിവരമറിഞ്ഞ പട്ടാമ്പി നഗരസഭ ആരോഗ്യ വിഭാഗവും സെക്രട്ടറിയും സ്ഥലത്ത് പരിശോധന നടത്തി. റെയിലിനോട് ചേർന്നാണ് അതിഥി തൊഴിലാളികളുടെ താമസ കേന്ദ്രം. ഈ കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഇവിടെ നിന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ റോഡിലൂടെ ഒഴുകുന്നതും പരിശോധനയിൽ വ്യക്തമായി. കെട്ടിട ഉടമയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പട്ടാമ്പി നഗരസഭാ സെക്രട്ടറി എസ് അമൽ അറിയിച്ചു. പൊതുജന പരാതി കിട്ടിയതനുസരിച്ച് ഞങ്ങൾ രാവിലെ സക്കീർ തിരിയങ്കളത്തിൽ, സക്കീർ പുഴയ്ക്കൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന മെയിനായിട്ടുള്ള ഈ സ്ഥലങ്ങൾ ഞങ്ങൾ രാവിലെ പരിശോധിച്ചു. ഇവയുടെ ശോചനീയാവസ്ഥ ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം മലിനമാക്കപ്പെട്ടതും അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിട്ടുള്ളതായിട്ടും ഞങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കർശനമായിട്ടുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ മോഹനൻ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ സംഗീത, സാഹിറ, രോഹിണി തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.